ഷിയാസിനെതിരെയുള്ള പരാതി വ്യാജമോ സത്യമോ? ഷിയാസിനെതിരെ പരാതി കൊടുത്തിരിക്കുകയാണ്. ഷിയാസ് ലൈംഗിക ചൂഷണം നടത്തി, നഗ്ന ദൃശ്യങ്ങൾ പരത്തി, പോൺ സൈറ്റുകൾക്ക് നൽകുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി 65 ലക്ഷം രൂപ തട്ടി ഷിയാസിനെതിരെ യുവതി. ഈ പരാതി സത്യമാണോ, മിഥ്യയാണോ, കള്ളമാണോ? പൊതുസമൂഹം എന്ത് നിലപാട് സ്വീകരിക്കാം? പോലീസും കോടതിയും ഒക്കെ സ്വീകരിക്കും. അപ്പം ആദ്യത്തെ നിലപാട് ലെറ്റ്സ് വെയിറ്റ് എന്നുള്ള നിലപാടാണ്. സത്യമാണോ കള്ളമാണോ എന്നറിയില്ല. ഷിയാസിനെ ഇഷ്ടമുള്ളവരാണെങ്കിൽ പെട്ടെന്ന് ഇത് വ്യാജ പരാതിയാന്ന് പറയും. ഷിയാസിനോട് ദേഷ്യമുള്ളവരാണെങ്കിൽ സത്യം, ഇവനൊക്കെ പണ്ടേ ഇങ്ങനെ ചെയ്യുന്നവനാണെന്ന് പറയും. അങ്ങനെ നമ്മൾ ചെയ്യരുത്. നമുക്കറിയില്ല ഇത് സത്യമാണോ കള്ളമാണോ. നമ്മൾ വെയിറ്റ് ചെയ്യണം. ഒരുപാട് പേർക്കെതിരെ കള്ളപ്പരാതി വന്നിട്ടുണ്ട്, ഒരുപാട് പേർക്കെതിരെ ശരിയായ പരാതി വന്നിട്ടുണ്ട്. കോടതി ഒരുപാട് പരാതികൾ കള്ളപ്പരാതികൾ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് പരാതികൾ ശരിയായ പരാതി എന്നും പറഞ്ഞു. അവിടെ നമുക്കറിയില്ല, നമുക്കിത് വെയിറ്റ് ചെയ്യാം. എന്തായാലും ഇതിലെ 2-3 ആസ്പെക്ട്സ് നമുക്കൊന്ന് നോക്കാം. അതിലെ ഏറ്റവും പ്രധാന ആസ്പെക്ട് ഇത് യുവതി അല്ല എന്നുള്ളതാണ്. ലഭ്യമായ വിവരങ്ങൾ പ്രകാരം അവർക്ക് 60 വയസ്സുണ്ട്. ചില ആൾക്കാർ 50 വയസ്സെന്ന് പറയുന്നു, ചില ആൾക്കാർ 60 വയസ്സെന്ന് പറയുന്നു. അപ്പൊ എന്തായാലും ഇവർക്ക് പ്രായം എന്താ പറയണ, ഇവർ പറയുന്ന പോലെ യുവതി അല്ല എന്നുള്ളതാണ്. ഷിയാസിനെതിരെ മാതൃഭൂമി, മനോരമ അടക്കം എല്ലാ മുഖ്യധാര മാധ്യമങ്ങളിലും വാർത്ത വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ പൊതുസമൂഹം എന്ന രീതി ചെയ്യുന്നത് എന്താ? ശരിയാണോ തെറ്റാണോ എന്നറിയില്ല. ലെറ്റ്സ് വെയിറ്റ്. ഇതാണ് നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. ഷിയാസിന്റെ പ്രതികരണം എന്താ? ഷിയാസിന്റെ ഭാഗം നമ്മൾ കേൾക്കണം. മറ്റേ സ്ത്രീക്ക് പറയാനുള്ള എന്താണെന്ന് പൊതുസമൂഹം കേൾക്കണം. കോടതികൾ അങ്ങനെ, അല്ലെങ്കിൽ പോലീസും കോടതിയും കേൾക്കണം. പക്ഷേ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ആദ്യമേ നമ്മൾ മുൻവിധി കൊണ്ട് എടുത്തു ചാടരുത്. ഒരാൾ ശരിയാണോ തെറ്റാണോ എന്ന് പറയരുത്. നമ്മൾ രണ്ടുപേരുടെയും ഭാഗം കേൾക്കണം. അവരുടെ ഭാഗം നമ്മൾ മാധ്യമങ്ങളിൽ നിന്ന് കേൾക്കുകയുണ്ടായി. അവരെ ഭീഷണിപ്പെടുത്തി, അവരുടെ നഗ്നചിത്രങ്ങൾ എടുത്തു, പോൺ സൈറ്റിൽ കൊടുത്തു, 65 ലക്ഷം രൂപ മേടിച്ചു തുടങ്ങിയ കാര്യങ്ങളാണ്. ഇനി ഷിയാസിന്റെ പോയിന്റ് ഓഫ് വ്യൂ എന്താ? എന്നിട്ട് നമുക്ക് അതിൽ നിന്ന് ഒരു കൺക്ലൂഷനിലേക്ക് എത്താം. ഇപ്പോ ഇങ്ങനെ എന്റെ സുഹൃത്തുക്കള് ന്യൂസ് ഇങ്ങനെ അയച്ചിരുന്നുണ്ട്. ഈ പറഞ്ഞ സ്ത്രീ എന്ന് പറഞ്ഞാല് എന്റെ വീട്ടുകാരിൽ നിന്ന് സ്വർണം വാങ്ങിച്ചു, അത് തിരിച്ചു ചോദിച്ചപ്പോ അവര് തരില്ല എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. അപ്പൊ കുറച്ച് പൈസ എനിക്ക് തന്നിട്ടുണ്ട്, സ്വർണ്ണമായിട്ട് വേണമെന്ന് പറഞ്ഞ ഒരു ഗൂഗിൾ പേ. ഷിയാസിന്റെ വീട്ടുകാരുടെ സ്വർണം മേടിച്ചു എന്നുള്ളതാണ് ഷിയാസിന്റെ ആർഗ്യുമെന്റ്. അവർക്ക് ഉമ്മാടെ പ്രായമുണ്ട്. ആദ്യം അവരൊക്കെ മോളെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞാൽ എന്റെ അടുത്ത് വന്ന് ഇതായത്. പിന്നെ അതിനുശേഷം ഇങ്ങനെയായി ഭീഷണിപ്പെടുത്തി പീഡനപേര്. ഓൾറെഡി ഇങ്ങനെ ടൂളാലോ, എന്റെ പേരിൽ ഓൾറെഡി കേസ് ഉള്ളതുകൊണ്ട് ഇതൊരു ടൂളാണ്, കൊടുക്കും എന്നൊക്കെ പറയാൻ ഭയങ്കര ഭീഷണിയായിരുന്നു. ആയിക്കോട്ടെ, പിന്നെ ഇതിന്റെ പിന്നിലൊരു ടീം ഉണ്ടല്ലോ, അത് കുഴപ്പമൊന്നുമില്ല. ആക്ച്വലി ഞാനൊരു ഒരു 2 മാസം മുമ്പ് ഞാൻ അവരുടെ പേരിൽ കേസ് കൊടുത്താണ്. അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. നോട്ടീസ് അവരുടെ വീട്ടിലേക്ക് വന്നപ്പോ അവര് പീഡനം എന്നുള്ള സാധനം കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ല മീഡിയയിൽ വരികയും ചെയ്യും, ഇതാവുമല്ലോ. അപ്പൊ ഇതാണ് സംഭവം. 2 മാസമായി കേസ് കൊടുത്താണ് അവരുടെ പേരില്. ഇവര് ഈ സോഷ്യൽ മീഡിയയിൽ എന്നെ പറ്റി ഭയങ്കര മോശമായിട്ട്, ഞാൻ ഒരു 50 ലക്ഷം വാങ്ങിച്ചു, 1 കോടി വാങ്ങിച്ചു, 2 കോടി വാങ്ങിച്ചു എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇടും. അപ്പൊ എനിക്കിത് അയച്ചു, ഞാൻ പിന്നെ അവർ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കാണ്. നമ്മളത്രയും ഒരു ഫാമിലി മെമ്പർ ആയിരുന്നു, എന്റെ ഉമ്മാനെ പോലെ തന്നെ ഞാൻ കണ്ടു. ഷിയാസിന് ഫാമിലി മെമ്പറെ പോലെ ആയിരുന്നു എന്നാണ് ഷിയാസ് അവകാശപ്പെടുന്നത്. ഷിയാസ് പറയുന്നത് അവരുടെ വീട്ടിൽ നിന്ന് സ്വർണം മേടിച്ചു അതുകൊണ്ടാണെന്നുള്ളതാണ്. അപ്പൊ നമുക്കിതിന്റെ സത്യം അറിയില്ല. സത്യം അറിയുന്നത് വരെ ഷിയാസിനോട് നമുക്ക് അനുകൂലം ഉണ്ടാകും. എനിക്ക് ഷിയാസിനെ വ്യക്തിപരമായിട്ട് ഇഷ്ടമാണ്. ഇനി ഷിയാസിനെ വ്യക്തിപരമായി എതിർക്കുന്ന ആൾക്കാരുണ്ടാവും, ഷിയാസിനെ രാഷ്ട്രീയപരമായി അനുകൂലിക്കുന്നവരുണ്ടാവും, എതിർക്കുന്നവരുണ്ടാവും. അതല്ല ഇവിടുത്തെ പോയിന്റ്. അതായത് ഷിയാസ് നമ്മുടെ അനുമോളുടെ വിഷയത്തിൽ ബീഫിന്റെ കാര്യമൊക്കെ പറഞ്ഞ് അതിന്റെ വലിയൊരു ട്രോളും വിഷയവുമായല്ലോ. അപ്പം ഷിയാസിനെ എതിർക്കുന്ന BJP-കാരുണ്ടാവും, അനുകൂലിക്കുന്ന ബാക്കിയുള്ളവരുണ്ടാവും. അതല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ പ്രശ്നം, ഒരു പുരുഷന് നേരെ പരാതി വന്നാൽ അത് സത്യമാണോ കള്ളമാണോ എന്നറിയാതെ നമ്മളെന്ന പൊതുസമൂഹം എടുത്തു ചാടി അയാളുടെ അഭിമാനം, റെപ്യൂട്ടേഷൻ തുടങ്ങിയ കാര്യങ്ങളെ ഇല്ലാതാക്കരുത്. ആരുടെ കാര്യത്തിലാണ്? ശ്രീ രഞ്ജിത്തിന്റെ കാര്യത്തിൽ നമ്മൾ കാണുകയുണ്ടായി. ശ്രീ രഞ്ജിത്തിനെതിരെ വന്ന ആദ്യ 2 പരാതികളും വ്യാജമായിരുന്നു. 3ാമത്തെ പരാതി വളരെ ഫ്ലിംസിയാണ്. അതായത് ഉച്ചയ്ക്ക് 12:30 പീഡിപ്പിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം പീഡനം എന്ന് പറഞ്ഞത് ആർക്കും ആർക്കെതിരെയും ഈസിയായി കൊടുക്കാൻ കഴിയുന്ന ഒരു ആയുധമായി മാറി, വെപ്പണൈസ് ചെയ്യപ്പെടുന്നത്. അവൻ വെപ്പണൈസ് ചെയ്യപ്പെടുന്നതാണോ നമുക്കറിയില്ല. അപ്പോൾ ഈ ചിത്രങ്ങൾ പകർത്തി എന്നൊക്കെ പറയുന്നതിന്റെ ഒരു ചെറിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഈ ചിത്രങ്ങൾ നമ്മൾ ഒരാൾ എടുത്തു എന്ന് പറയുന്നതിന് തെളിവുകളുടെ ആവശ്യമില്ല. അതായത് ഇപ്പോ വന്നു ഒരു പെൺകുട്ടി, എന്നെ വെച്ച് പറയാം, ഒരു പെൺകുട്ടി എന്നാണ് ആ പെൺകുട്ടിയുടെ പേര്. ആ പെൺകുട്ടി വന്ന് പറയാണ് രാഹുൽ ഈശ്വർ എന്റെ നഗ്നചിത്രങ്ങൾ പരത്തിയെന്ന്. എനിക്കിതില്ലാന്ന് തെളിയിക്കാൻ പറ്റില്ല. ആ പെൺകുട്ടിക്ക് വെറുതെ ഒരു ആരോപണം ഉന്നയിച്ചാലും മതി, അത് വെച്ച് ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞാലും മതി. അതിന്റെ തെളിവുകളുണ്ടോ? ഭീഷണിപ്പെടുത്തിയതിന് തെളിവുകളുണ്ടോ? യഥാർത്ഥത്തിൽ ഈ സ്ത്രീക്കെതിരെ കാശിന്റെ കാര്യത്തിൽ, സ്വർണത്തിന്റെ കാര്യത്തിൽ പരാതി കൊടുത്തു എന്നാണ് ഷിയാസ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കൗണ്ടർ പരാതി കൊണ്ടുവന്നതാണോ?
ആ കൗണ്ടർ പരാതിയിൽ ഷിയാസിന്റെ അഭിമാനം തകരട്ടെ എന്ന് പറഞ്ഞതാണോ? ഷിയാസിന്റെ വീട്ടുകാരുടെ നിലപാട് എന്താണ്? ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. എന്തായാലും യുവതിയല്ല, 50 60 വയസ്സുണ്ട് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നൊക്കെ ചില മാധ്യമങ്ങൾ തെറ്റായ വാർത്ത കൊടുക്കുന്നുണ്ട്. അതാണ് ശരിയെന്ന് തോന്നുന്നില്ല. പകരം ഈ വിഷയത്തിലും എല്ലാ വിഷയങ്ങളെ പോലെ നമുക്ക് അവധാനത വേണം. കാര്യം ഇത് ഷിയാസിന്റെ വിഷയം മാത്രമല്ല, എല്ലാ പുരുഷന്മാരെയും നാളെ നിങ്ങൾ വീട്ടിലെ തർക്കത്തിലുണ്ടായിട്ട്, അല്ലെങ്കിൽ വഴിയുടെ തർക്കം ഉണ്ടായിട്ട്, സ്വർണത്തിന്റെ തർക്കം ഉണ്ടായിട്ട്, കാശിന്റെ തർക്കം ഉണ്ടായിട്ട് നേരെ ചെന്ന് ഇതേപോലെ ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ശരിയോ തെറ്റോ എന്ന് നോക്കുന്നതിന് മുമ്പ്, സത്യമാണോ കള്ളമാണോ എന്ന് അറിയുന്നതിന് മുമ്പ് പൊതുജനങ്ങളും നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരും എല്ലാം നിങ്ങളെ തള്ളിപ്പറയും. അത് ശരിയല്ല. അതുകൊണ്ട് ആ ഭാഗത്തെ സ്ത്രീക്ക് അവർക്ക് പറയാൻ ന്യായം കാണും, ഷിയാസിന് പറയാൻ ന്യായം കാണും. രണ്ടും പൊതുസമൂഹം വെളിയിൽ വരുന്നത് പരിശോധിക്കുക. അതിനു മുമ്പ് നമ്മൾ ആരെയും വിധിക്കരുത്. മുൻവിധി കൊണ്ട് നമ്മൾ എടുത്തു ചാടരുത്. പ്രഥമ ദൃഷ്ടി ആ കോടതികൾ എന്ത് പറയുന്നു എന്ന് അറിയാനെങ്കിലും നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന ഈ വിഷയത്തിൽ. സത്യം എന്താണോ അത് ജയിക്കണം. സത്യം അവനൊപ്പമാണെങ്കിൽ, ഷിയാസിനൊപ്പമാണെങ്കിൽ അവൻ ജയിക്കണം. സത്യം ആ സ്ത്രീക്കൊപ്പമാണെങ്കിൽ അവർ ജയിക്കണം. ശരിയും സത്യവുമാണ് ജയിക്കേണ്ടത്, വ്യക്തികളല്ല. സ്ത്രീയും പുരുഷനും എന്നതിനേക്കാൾ പ്രധാനം സത്യമാണ്. സത്യമേ വിജയതേ.